മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത് ഉണ്ടാക്കുന്നത് നമ്മൾ ബാർലി വെച്ചിട്ടാണ്. സാധാരണ ബാർലി വെച്ചിട്ട് നമ്മൾ ബാർലി വെള്ളമൊക്കെ അല്ലേ കുടിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ബാർലി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ട്. നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ബാർലി, അതായത് ഇതേപോലത്തെ തന്നെ ഒരു കപ്പിന് 1 കപ്പ് ബാർലി എടുത്തു, വെള്ളത്തിലിട്ടു. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ എടുക്കാം. വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനിത് കുക്കറിലേക്കിട്ട് ഒന്ന് വേവിക്കുകയാണ്. ഒരു 2 വിസിലടിച്ചാൽ മതി. നന്നായിട്ട് കഴുകി വെച്ചിരുന്നപ്പം ഇതിനകത്തേക്കിട്ട് നമുക്കിത് വേവിക്കാം. അങ്ങനെ ബാർലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. 1 കപ്പ് ബാർലി ആയിരുന്നു എടുത്തത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്കൊരു 3 കപ്പോളം പാല്, പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ. വെള്ളം പറ്റുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. പാലിൽ കിടന്ന് നന്നായിട്ട് ഒന്നുകൂടി വെന്ത് വരണം. അപ്പം അങ്ങനെ ആകുമ്പം നന്നായിട്ട് കുറുകിയിരിക്കും. ഇതിലേക്ക് 2 ഏലക്ക നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 തവി ബാർലി ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കുകയാണ്. കാരണം ഇതിന് നല്ല കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. കുടിക്കാനൊരു സുഖം കുറച്ച് ഇതുപോലെ അടിച്ചും കൂടെ ഒഴിക്കുമ്പോഴാണ്. ഇത് പാലിൽ കിടന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് വെന്ത് കുറുകണം. ഇത് ഏകദേശം ഒരു 1500 വർഷം പഴക്കമുള്ള ഒരു റെസിപ്പിയാണ്. ബാർലി വെച്ചിട്ട് ഈ ഉണ്ടാക്കുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ തൽബീന എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കൂടുതലും നൊയമ്പ് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്ന ഒരു വിഭവമാണിത്, തൽബീന. ശരീരം തണുപ്പിക്കാനുള്ള കഴിവുണ്ട്. അതായത് മൂത്രം ചുടിയിലൊക്കെ നമ്മൾ ബാർലിയല്ലേ വെന്ത് വെള്ളം കുടിക്കുന്നത്. അപ്പം മധുരം നമ്മളിതിനകത്ത് ചേർക്കുന്നതേ ഇല്ല. മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ പാല് എന്ന് പറയുമ്പോൾ പശുവും പാലോ തേങ്ങാപ്പാലോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഒരുപാട് ഫ്ലേവറുകളൊന്നും ചേർക്കുന്നില്ല. ഒരു ഏലക്ക ഞാൻ ഇടിച്ചിട്ടത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സുകളാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ഏതും ചേർക്കാം. വാഴപ്പഴം വെയിലത്തുണക്കിയത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു, അതാണ് ആദ്യം ഞാൻ ചേർക്കുന്നത്. സാധാരണ ചെറുപഴയില്ലേ, അത് വെയിലത്ത് ഉണക്കി വെച്ചതാണ്. ഒന്ന് ചേർക്കുന്നത് ഈന്തപ്പഴം. ഞാനിതൊരു 8 ഈന്തപ്പഴമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മധുരത്തിന് പകരം ചേർക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഇത് ബദാം, ഇത് കാഷ്യൂ, എന്തും ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തുണ്ടെങ്കിലും ചേർക്കാം. ഇത് മുന്തിരിങ്ങ. ഈ ഫ്രൂട്ട്സുകളുടെ ഒക്കെ മധുരം മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. അല്ലാതെ നമ്മൾ മധുരം പ്രത്യേകം ചേർക്കുന്നതേ ഇല്ല. ഒരു പായസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പായസത്തിന് നമ്മൾ എന്തായാലും അഡീഷണൽ മധുരം ചേർക്കുമല്ലോ. ഇങ്ങനെ ഒരു സംഭവമേ ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനോട് ചേർന്ന് വരും. അതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഉണ്ടോ, ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇവിടെ ചേർത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് തേനോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, കാരണം ഈ ഫ്രൂട്ട്സിൻ്റെ തന്നെ മധുരം ധാരാളമായിട്ടുണ്ട്. അങ്ങനെ അധികം ആരും കഴിച്ചിട്ടില്ലാത്ത നല്ല രുചികരവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാർലി വെച്ചുള്ള തൽബീന റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.